തലയിൽ മുണ്ടിട്ട് പോയി RSS പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പുവെച്ച പിണറായി വിജയൻ്റെയും ശിവൻകുട്ടിയുടെയും പരിപാടി അതൊരറിഞ്ഞുകൊണ്ടുള്ള കീഴടങ്ങലായിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ ഇത് വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായിരുന്ന രതീഷ് കാലിയാടനാണ്. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ഒരു സംസ്ഥാനത്തിന് പിന്മാറാൻ ആകില്ല എന്ന് അറിയാമായിരുന്നിട്ടും ഒപ്പുവച്ചു എന്നത് RSSൻ്റെ കൂട്ടിൽ പോയി തലവെച്ചു കൊടുക്കുകയായിരുന്നു എന്ന സത്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രതീഷ് കാളിയാടൻ്റെ ലേഖനത്തിൽ പറയുന്നത് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ അവസരമില്ല എന്നും LDF മന്ത്രിസഭയിൽ ഇത് ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടത് അപാകതയാണ് എന്നുമാണ്. അതായത് LDFൽ ആലോചിക്കാൻ CPM തയ്യാറായില്ല എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെയും RSSൻ്റെയും വാക്കുകൾക്ക് വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് പിണറായി വിജയനെ അടിച്ചൊതുക്കുകയാണ് RSS ഇവിടെ ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ ലേഖനത്തിൽ. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ അമരക്കാരൻ കൂടിയാണ് ഈ പറയുന്നത് എന്നിരിക്കെ ഇനി PMC എന്ന വാക്കും പറഞ്ഞ് ഒരു സഖാവിനും വെളിയിൽ ഇറങ്ങാൻ കഴിയാതെയായിരിക്കുന്നു. പൊതുജന താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് 30 ദിവസത്തേക്ക് നോട്ടീസ് നൽകി ഈ കരാർ റദ്ദാക്കാനോ അവസാനിപ്പിക്കാനോ ഉള്ള അവകാശം എന്ന് പറയുന്നത് അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസിയിൽ മാത്രം നിക്ഷിപ്തമാണ്. അങ്ങനെയിരിക്കെ സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറാൻ ആകില്ല എന്നതാണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. RSSൻ്റെ കീഴിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അതായത് സംഘപരിവാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും സന്തോഷത്തിന് വേണ്ടി പലതും സാധിച്ചെടുക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോയി പണയം വെച്ചതാണ് എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. ഈ കരാർ വളരെ വ്യക്തമായി പരിശോധിച്ചാൽ അറിയാം, ഈ ധാരണാപത്രത്തിൽ എവിടെയും സംസ്ഥാന സർക്കാരിന് പിന്മാറാനുള്ള ഒരവസരം എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല. കരാറിലെ നിബന്ധനകളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുകയോ പരിഷ്കരിക്കുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഇരു കക്ഷികളുടെയും പരസ്പര പൂർണ്ണ സമ്മതത്തോടെ നിറവേറ്റുന്നതാണ് എന്നിരിക്കെ അത് കേന്ദ്രം പെട്ടെന്ന് സമ്മതിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും VD സതീശൻ സർക്കാർ അതിൽ നിന്നും പിന്മാറണം എന്നും പറഞ്ഞ് കൂക്കി വിളിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. അത് സഖാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിയമപരമായ സാധ്യതകൾക്കപ്പുറം രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് PM ശ്രീ വിഷയത്തിൽ മതേതര കേരളം പ്രതീക്ഷിക്കുന്നത് എന്നതാണ് വസ്തുത. പണം അനുവദിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ ഒപ്പിട്ടതെന്നും വേണമെങ്കിൽ പിന്മാറാം എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ പിണറായി യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തെ മാത്രമല്ല, അന്ന് സ്വന്തം ഘടകകക്ഷിയായ CPIയെ പോലും പറഞ്ഞ് കബളിപ്പിച്ചത് ഇതിനി നമ്മൾ തുടരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അതിലങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഒപ്പിട്ടത് തന്നെയാണ്, തുടർന്നേ പറ്റൂ. സർക്കാർ മാറിയെന്നും പറഞ്ഞ് ഈ കരാർ പിൻവലിക്കാനാകില്ല. പിൻവലിക്കാൻ തീരുമാനിക്കേണ്ടത് കേന്ദ്രം ഭരിക്കുന്നവരാണ് എന്നിരിക്കെ പിണറായി വിജയൻ ഒപ്പിട്ടത് പ്രകാരം ഇന്ന് കേരളത്തിൻ്റെ PM ശ്രീയിലെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് ധാരണാപത്രം ഒപ്പിട്ടതിനാൽ പദ്ധതി നടപ്പിലാക്കി ദേശീയ വിദ്യാഭ്യാസ നയം 2020 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന മാതൃകാ വിദ്യാലയങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളെ മാറ്റുകയും അതുവഴി കേന്ദ്ര സർക്കാരിൻ്റെ പ്രീതി പിടിച്ചുപറ്റി പണം കൈപ്പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. എങ്കിലും നിങ്ങൾ ഒപ്പിട്ടത് ഞങ്ങൾക്കായി മാറാൻ നിയമം അനുവദിക്കില്ല എന്ന ന്യായം പറഞ്ഞ് കേന്ദ്രത്തിന് വിധേയപ്പെടാനൊന്നും VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ കിട്ടില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. RSSൻ്റെ ഒരു നീക്കവും ഇവിടെ നടത്താൻ VD സതീശൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ RSSൻ്റെ കാര്യം പഠിപ്പിക്കാതിരിക്കാൻ പിണറായി ഒപ്പിട്ട കരാറിൽ മാർഗമില്ലെങ്കിലും സതീശൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് കേന്ദ്രത്തെ വരച്ച വരയിൽ നിർത്തും എന്നുള്ളതാണ് ഇനി ഏക പ്രതീക്ഷ.